ഒരു കാഴ്ച കൂടിയുണ്ട്. നമുക്കിപ്പോൾ പ്രധാനമായി നമുക്കിപ്പോൾ ഒരു അതിഥി നമ്മോടൊപ്പം ഉണ്ട്. ഒരു പ്രമുഖ സംവിധായകൻ കൂടിയാണ് അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടുത്തും. സാറിന്റെ പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് വിനോ. ഞാൻ കാഫിർ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ്. പ്രതാപോത്തൻ അവസാനമായി അഭിനയിച്ച സിനിമയുടെ സംവിധായകനാണ്. ഈ കഴിഞ്ഞ IFFK ആ ചിത്രം ഉണ്ടായിരുന്നു, അവിടെ പ്രദർശിപ്പിച്ചു. കേരളത്തിലെ ആദ്യത്തെ പ്രദർശനം IFFK അതിൽ വലിയ സന്തോഷമില്ല, നല്ല റെസ്പോൺസ് ആയിരുന്നു സിനിമയ്ക്ക്. അപ്പോൾ ഇത്തവണ അടുത്ത പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് ഒരു സന്ദർശനമാണ് കോഴിക്കോട്. മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇന്നലെ തന്നെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, സംവിധായകര് കുട്ടികളെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് എന്ന്. അതിന് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അങ്ങനെ കൂട്ടിക്കെട്ടാൻ പറ്റുമോ? അല്ല, അത് അങ്ങനെ തന്നെ കൂട്ടിക്കെട്ടുന്നതാണ് നല്ലത്. കാര്യം ഞാൻ സത്യത്തിൽ എനിക്കൊരു 15-നും 20-നും ഇടയ്ക്ക് പ്രായം തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പയ്യനെ വേണം, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളിനെ നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ഞാനൊരു മാധ്യമപ്രവർത്തനം എന്നുള്ളത് ഒത്തിരി ജേർണലിസ്റ്റുകളുമായിട്ടുള്ളൊരു സൗഹൃദം വെച്ചിട്ട് അവരുടെ ഒരു റെഫറൻസും കൂടെ കിട്ടുന്ന തരത്തിലുള്ള ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായി പണി. അപ്പം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വേദികളിലും കറങ്ങി നടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമപ്രവർത്തകരോടൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്നൊക്കെ കിട്ടുന്ന റെഫറൻസ് വെച്ചിട്ട് നമുക്കൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ട് പറ്റുന്ന ഒരാളിനെ കിട്ടിയാൽ അയാളെ കൊണ്ട് ചെയ്യിക്കാം എന്നുള്ള. സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നാടകം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണല്ലോ. ഇന്നിപ്പോൾ നാടകത്തിന് ഹൈസ്കൂൾ വിഭാഗത്തിന് നടക്കുന്നത്, കഴിഞ്ഞ ദിവസം ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നു. നാടകവേദികളിൽ എങ്ങനെയും പോയിരുന്നോ? നാടകവേദികളിൽ ഇപ്പം നിലവിൽ കഴിഞ്ഞ മുൻവർഷങ്ങളിൽ നാടകവേദികളിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആൾക്കാരും അല്ലെങ്കിൽ അവരെ പെർഫോം ചെയ്യിക്കാനായിട്ട് കൊണ്ടുവരുന്ന എന്താ പറയുക ടീച്ചർമാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നാടകവും കാണുന്നുണ്ട്. അപ്പം അതിനകത്തു നിന്നൊക്കെ ഇതേപോലെ ഒരാളിനെ കിട്ടും. പ്രധാനമായിട്ടും നമ്മൾ ആ നാടകത്തിനകത്തുനിന്ന് നാടകം, മോണോ ആക്ട് ഇങ്ങനെയുള്ള പരിപാടികളിനകത്തുനിന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആരെങ്കിലും പയ്യന്മാരെ കിട്ടിയാൽ നന്നായി എന്നുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു കുട്ടിയെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ വന്നത്. അതെന്തായാലും കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മളിപ്പം 2 മേളകൾ അടുപ്പിച്ച് പങ്കെടുക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. കഴിഞ്ഞ IFFK കഴിഞ്ഞു, അതിൻ്റെ ഒരു വേറെ സ്വഭാവമാണ്. കലോത്സവം എന്ന് പറയുന്നത് വേറെ 2 തരത്തിലുള്ള മേളകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ പങ്കെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്, കാണികളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, നമുക്കിതെങ്ങനെ പങ്കുവയ്ക്കാൻ കഴിയുക? ഇവിടെ ശരിക്കും IFFK നിന്നും വ്യത്യസ്തമാകുന്നത്, IFFK സിനിമാ പ്രേമികളായിട്ടുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ എന്ന് പറയുന്നതിന് അത്തരം ഒരു വേദിയാണ് IFFK. കലോത്സവ വേദി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ പരിപാടി എന്ന തരത്തിലുള്ള ഒരു ഫീലാണ് കലോത്സവം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മൾ കാണുന്ന പറഞ്ഞാൽ ഫാമിലി ആയിട്ട് എല്ലാവരും വരുന്നു. പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ വീട്ടുകാരും ആ പ്രദേശത്തുള്ള ആൾക്കാരും ഒക്കെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഓരോ നാട്ടിലുള്ള ആ കുട്ടികൾ പങ്കെടുക്കുമ്പോഴും ആ നാട്ടുകാർക്കൊക്കെ അതൊരു ആഘോഷം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ രണ്ടിനെയും വ്യത്യസ്തമാക്കുന്ന ഇതൊരു കുടുംബത്തിൻ്റെ കാര്യം, മറ്റേതൊരു എന്താ പറയുന്നത് സമൂഹത്തിനിടയിൽ നടക്കുന്ന ഒരു പൊതുകാര്യം എന്നുള്ള നിലയിൽ മാത്രം ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന അത്തരത്തിലൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എല്ലാവരും ഇവിടെ വരുന്ന പാർട്ടിസിപ്പൻസ് ആയാലും അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഈ പറഞ്ഞ ഇവിടെ വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവർ അത്തരത്തിൽ അതിനു വേണ്ടിയിട്ട് തയ്യാറായി വന്ന് നിൽക്കുന്ന വോളണ്ടിയർ ആവാൻ തയ്യാറായി വന്ന് നിൽക്കുന്ന ആൾക്കാരടക്കം ഇതെല്ലാം രണ്ടും രണ്ട് ടൈപ്പാണ്. അപ്പം അത് തന്നെയാണ് ഈ പറഞ്ഞ ഒരു വ്യത്യാസം. അത് തന്നെയാണ് ഞാൻ കാണുന്നത്. നല്ലൊരു നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഈ നമ്മൾ 2 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു മേള. ശരിക്കും കോഴിക്കോടേക്ക് ഒരു മേള വരുമ്പോൾ കിട്ടുന്ന ഒരു ജനപിന്തുണ എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. നമ്മളെ ഞെട്ടിച്ച് കളയും ശരിക്കും കോഴിക്കോട് എന്ന് പറഞ്ഞാൽ. ഈ കോഴിക്കോട് മേളയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവരെയും പോലെ തന്നെ ഈ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, കോഴിക്കോട് എന്ന് പറയുന്നത് കലാകാരന്മാരുടെ ഒരു കേന്ദ്രമാണ്. അപ്പം എൻ്റെ നാട് കൊല്ലമാണ്. പക്ഷെ ഞാൻ കൊല്ലത്തിരിക്കുന്ന ഞാൻ പോലും കോഴിക്കോട് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോട്, കാരണം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായും നമ്മൾ ഒത്തിരി പണ്ട് നമുക്കിവിടെ കൂടെ ഉണ്ടായിരുന്ന കലാകാരന്മാർ അല്ലെങ്കിൽ അത്തരത്തിലെ ഇപ്പം നിലവിൽ ഉള്ളവരുടെയൊക്കെ പഴയ കാലം അല്ലെങ്കിൽ അവരുടെ ഒരു സൗഹൃദങ്ങൾ, അതൊക്കെ വലിയ ഒരു വില കൊടുക്കുന്ന അല്ലെങ്കിൽ അത്തരം വലിയ കൂട്ടായ്മകളുടെ ഒരു കേന്ദ്രമായിരുന്നു കോഴിക്കോട്. അപ്പോൾ ആ കോഴിക്കോട്ടേക്ക് ഇത്തരത്തിലൊരു കലാമേള വരുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ കലോത്സവം പോലൊരു മേള വരുമ്പോൾ സ്വാഭാവികമായും അതിന് ആ ഒരു ആവേശം ഉണ്ടാവും. കാരണം ഈ ആവേശ കമ്മിറ്റിക്കാരെന്ന് പറയുന്നത് മറ്റുള്ള ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ച് ഇവിടെ ഒരുപാട് കൂടുതലാണ്. അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുകയും ചെയ്യും. കാരണം ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോ വീട്ടിലും ഓരോ കലാകാരനുള്ള ഒരു നാടാണിത്. അപ്പം സ്വാഭാവികമായും
അതിൻ്റെ ഒരു എന്താ അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു പങ്കാളിത്തം ഈ കലാമേളയിൽ ഉണ്ടാകുക എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോൾ അത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. വളരെ ഗംഭീരമായ രീതിയിൽ കുറച്ചൊക്കെ വേദികളിൽ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ വളരെ ഗംഭീരമായി തന്നെ എല്ലാവരും അത് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. രസകരമായി മുന്നോട്ട് പോകുന്നു. കോഴിക്കോടൻ കലാമേള നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. എന്തായാലും ഇത്ര നേരം നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പുതിയ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാവട്ടെ, അവയൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടട്ടെ. ഇനിയും നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നന്ദി ഈ ഒരു വേദിയിൽ നമ്മളോട് പങ്കെടുക്കാൻ സംസാരിക്കാൻ തയ്യാറായത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ മേളയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കലോത്സവത്തിന്റെ ഒരു ആവേശം തന്നെയാണ് എല്ലാവരിലും നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധിയായിട്ടുള്ള കലാകാരന്മാർ അല്ലെങ്കിൽ ഈ മത്സരാർത്ഥികൾക്ക് അപ്പുറത്തേക്ക് ഈ സ്റ്റേജിന് പുറത്തേക്ക് ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനെ കലാകാരന്മാരായിട്ടുണ്ട്. അവരെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ശരിക്കും ഒരു കലോത്സവ വേദിയിൽ നമുക്ക് വന്നു നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ വീട്ടിലും ഒരു കലാകാരനെങ്കിലും ഉള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവേശവും ഒരു ഊർജവും ഒക്കെ നമുക്ക് ഇവിടെ ഈ കലോത്സവ ഈ പൂരപ്പറമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം.